Welcome back, my dear students, on a new lecture on Fourier series. So, in the previous lecture, we were discussing about even and odd function and their properties. So, sum of even function is always even, sum of odd function is always odd. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വാട്ട് അബൌട്ട് പ്രോഡക്റ്റ് ഓഫ് ഈവൻ ഫംഗ്ഷൻസും പ്രോഡക്റ്റ് ഓഫ് ഓഡ് ഫംഗ്ഷൻസിൻ്റെ കേസും നമുക്കെങ്ങനെ പറയാം? സോ ദ ഐഡിയ ഈസ് if f and g are even function, then f into g is also even. സോ രണ്ട് ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റും ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. സോ എഫും ജിയും ഈവൻ ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് and g of minus x should be equal to g of x, and f into g of minus x. By definition, this is f of minus x times g of minus x. That's the definition of f into g of x. I mean, f of minus x is f of x and g of minus x is g of x since f and g are even. So this should be equal to f of x times g of x, that is f into g of x. So fg of minus x ഉം fg of x ഉം സെയിം ആണ്. സോ എഫും ജിയും ഈവൻ ആണെങ്കിൽ f into g is also even. Now what about odd function? So if f and g are odd functions, then the product f into g is even. രണ്ട് ഓഡ് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് എപ്പോഴും ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ദാറ്റ്സ് ദ ഡിഫറൻസ്. സോ വി ക്യാൻ പ്രൂവ് ദിസ്. എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് സിൻസ് എഫ് ഈസ് ഓഡ്, and g of minus x is equal to minus g of x since g is odd. So f into g of minus x should be equal to f of minus x times g of minus x. F of minus x is minus f of x. This is minus f of x. G of minus x is minus g of x. So minus times minus is plus. So this is f of x times g of x, that is f into g of x. So f into g of minus x is equal to f into g of x. So which means fg is even. So എഫും ജിയും ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഓഡ് ഫംഗ്ഷൻ അല്ല, അതിൻ്റെ പ്രോഡക്റ്റ് എപ്പോഴും ഈവൻ ഫംഗ്ഷൻ ആണ്. Now what about one function is odd and the other function is even? So f is odd and g is even, or vice versa, തിരിച്ചായാലും കുഴപ്പമില്ല. Then fg is odd. Product of odd and even function is always odd. So f of minus x is equal to minus f of x since f of x is said to be odd, and g of minus x is equal to g of x since g is said to be even, and fg of minus x by definition is f of minus x times g of minus x. f of minus x is minus f of x. g of minus x is g of x, കാരണം g ഈവൻ ഫംഗ്ഷൻ ആണ്. സോ ദിസ് ഷുഡ് ബി മൈനസ് ഓഫ് എഫ് ജി ഓഫ് എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് എഫ് ജി ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ജി ഓഫ് എക്സ് എന്ന് കിട്ടും, വിച്ച് മീൻസ് ദാറ്റ് എഫ് ജി ഈസ് ഓഡ്. സോ എഫും ജിയും എഫ് ഓഡ് ഫംഗ്ഷനും ജി ഈവൻ ഫംഗ്ഷനുമാണെങ്കിൽ എഫ് ഇൻറ്റു ജി ഓഡ് ഫംഗ്ഷനാണ്. ദേഴ്സ് അനദർ വേ ഈസി ടു റിമെമ്പർ ദിസ് ഇൻ ദ കേസ് ഓഫ് നമ്മൾ നമ്പേഴ്സിൻ്റെ കേസ് വെച്ച് ഇത് ഓർക്കാൻ എളുപ്പമാണ്. നമുക്ക് ഇതിനെ പ്രോഡക്റ്റ് എന്നുള്ളതിനെ നമുക്ക് അഡീഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ ഇൻ ദ കേസ് ഓഫ് നമ്പേഴ്സ് ഇവിടുത്തെ പ്രോഡക്റ്റ് അഡീഷൻ്റെ കേസിൽ നമ്പേഴ്സായിട്ട് എപ്പോഴും ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് ഈവൻ പ്ലസ് ഈവൻ ഈസ് ഓൾവേസ് ഈവൻ. സോ ഈവൻ നമ്പേഴ്സ് ഈവൻ ഫംഗ്ഷൻ്റെയും പ്രോഡക്റ്റ്
ഇവിടുത്തെ സമ്മ ഫംഗ്ഷൻ്റെ കേസിൽ പ്രോഡക്റ്റ് ആണെന്ന് സങ്കല്പിക്കും. ഈസ് ഓൾവേസ് ഈവൻ. അതുപോലെ ഓഡ് നമ്പേഴ്സിൻ്റെ സം എപ്പോഴും ഈവൻ ആണ്. ഓക്കെ, സോ എഫും ജിയും ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഈവൻ ആണ്. ഒരു ഓഡ് നമ്പറിൻ്റെയും ഒരു ഈവൻ നമ്പറിൻ്റെയും സം എപ്പോഴും ഓഡ് നമ്പറാണ്. സോ ഓഡ് ഫംഗ്ഷൻ്റെയും ഈവൻ ഫംഗ്ഷൻ്റെയും പ്രോഡക്റ്റ് ഈസ് ഓൾവേസ് ഓഡ്. സോ ദിസ് ഈസ് ആൻ ഈസിയർ വേ ടു റിമെമ്പർ ദിസ്. സോ ഇവിടെ ഓർത്തിരിക്കുക. സോ വി ക്യാൻ ഡിസ്കസ് സം എക്സാമ്പിൾ ഫോർ ദിസ്. ഇവിടുത്തെ ചില എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കേസുകളാണ്. നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഈസ് ഓഡ്, ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് ഈവൻ. സോ എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ എക്സ് ഈസ് ഓഡ്. And f of x is equal to sin x is odd, g of x is equal to x is odd, fg of x is equal to x sin x is even. So these are some examples. Now നമ്മുടെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഓഡ് ഫംഗ്ഷൻസിൻ്റെയും ഈവൻ ഫംഗ്ഷൻസിൻ്റെയും കേസിൽ അതിൻ്റെ ഫൊറിയർ സീരീസിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഫണ്ടമെൻ്റലി. സോ ഹൗ വി ക്യാൻ ഡിസ്കസ് ദാറ്റ്? അതിനു മുമ്പ് നമുക്ക് ഓഡ് ഫംഗ്ഷൻസിൻ്റെയും ഈവൻ ഫംഗ്ഷൻസിൻ്റെയും ഇൻ്റഗ്രലിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇൻ്റഗ്രൽസ് ഓഫ് ഓഡ് ഓർ ഈവൻ ഫംഗ്ഷൻ. നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട ഇൻ്റഗ്രൽസ്, ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എന്നുള്ളതൊരു റിയൽ നമ്പറാണ്. ലെറ്റ് എ ബി എ റിയൽ നമ്പർ. നമ്മുടെ കൺവീനിയൻസ് വേണ്ടി പോസിറ്റീവ് ആണെന്ന് എടുക്കുക. സോ എ ഈസ് പോസിറ്റീവ്. ഓക്കെ, സോ ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഇൻ്റഗ്രൽ ഓഡ് ആകുമ്പോഴും ഈവൻ ആകുമ്പോഴും ഈ ഇൻ്റഗ്രലിൻ്റെ പ്രത്യേകത എന്താണ്? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് കേസ് 1, എഫ് ഈസ് ഓഡ്. എഫ് ഓഡ് ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ആക്ച്വലി, പിന്നെ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ മൈനസ് എ ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് കൊടുക്കാം. നമ്മൾ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ ഈ ഫസ്റ്റ് ഇൻ്റഗ്രലിൽ നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു സം മൈനസ് യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. Okay, substitute x is equal to minus u on the first integral. So dx should be equal to minus du. Okay, and also x is equal to 0 ആകുമ്പോൾ minus u is equal to 0 implies u is equal to 0. And x is equal to minus a ആകുമ്പോൾ minus u is equal to minus a implies u is equal to a. സോ എക്സ് 0 ആകുമ്പോൾ യുവും 0 ആണ്, എക്സ് മൈനസ് എ ആകുമ്പോൾ യു എ ആണ്. സോ ദിസ് ഇൻ്റഗ്രൽ ക്യാൻ ബി റിട്ടൺ ആസ്, സോ നമുക്കിവിടെ ഇൻ്റഗ്രലിനെ മാറ്റി എഴുതാം. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു, ഇവിടെ നമ്മൾ യു എന്നുള്ള വേരിയബിളിൻ്റെ ടേംസിലാക്കി. സോ എക്സ് മൈനസ് എ ആകുമ്പോൾ യു ഇസ് ഈക്വൽ ടു എ ആണ്. സോ എ ടു 0, എക്സ് 0 ആകുമ്പോൾ യുവും 0 ആണ്. ഹിയർ എഫ് ഓഫ് മൈനസ് യു മൈനസ് ഡി യു എന്ന് കിട്ടും. പ്ലസ് ഹിയർ വി ഡു നോട്ട് ചേഞ്ച് എനിത്തിങ്, 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി എഫ് ഒരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് മൈനസ് യു ഷുഡ് ബി ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് യു. സോ ദിസ് ഈസ് എ ടു 0 മൈനസ് എഫ് ഓഫ് യു, ഇവിടെ ഒരു മൈനസ് ഡി യു പ്ലസ് ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്.
ഇവിടുത്തെ മൈനസും മൈനസും വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പ്ലസ്. സോ a to 0 f of u du plus 0 to a f of x dx. ഇൻ്റഗ്രേഷൻ ഒരിക്കലും വേരിയബിളിനെ അഫക്റ്റ് ചെയ്യത്തില്ല. സോ ഇൻ്റഗ്രേഷൻ വേരിയബിളിനെ അഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ എഫ് ഓഫ് യു ഡു യുവിന് പകരം എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതിയാലും ഡസ് നോട്ട് അഫക്റ്റ് അറ്റ് ഓൾ. അതുപോലെ തന്നെ വി ഹാവ് എ റിസൾട്ട് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഷുഡ് ബി ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ യൂസിങ് ദാറ്റ് ഇൻ്റഗ്രൽ എ ടു 0 നമുക്ക് മൈനസ് ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് യു ഡി യു പ്ലസ് ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രേഷൻ വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് സം ഐ എന്ന് എടുക്കുകയാണെങ്കിൽ ഇത് ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് തന്നെ ആയിരിക്കും ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് യു ഡി യു. സോ ഇത് സെയിം ക്വാണ്ടിറ്റീസ് മൈനസും പ്ലസും ആണ്. അതിൻ്റെ സം എപ്പോഴും 0 ആണ്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. എഫ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എപ്പോഴും 0 ആയിരിക്കും. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ഓക്കെ, സോ if f is odd, then the result is integral minus a to a f of x dx is always 0. What about f is even? f is even ആകുമ്പോൾ integral minus a to a f of x dx. പിന്നെ നമുക്ക് integral minus a to 0 f of x dx പ്ലസ് ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഫസ്റ്റ് കേസിൽ അതും ഇതുപോലെ തന്നെ എക്സ് ഈസിക്കൽ ടു മൈനസ് യു എന്ന് കൊടുക്കുന്നു. സോ ഡി എക്സ് ഈസിക്കൽ ടു മൈനസ് ഡി യു ആകും. എക്സ് ഈസിക്കൽ ടു 0 ആകുമ്പോൾ യു ഈസിക്കൽ ടു 0 കിട്ടും. ആൻഡ് എക്സ് ഈസിക്കൽ ടു എ ആകുമ്പോൾ മൈനസ് എ ആകുമ്പോൾ യു ഈസിക്കൽ ടു എ ആകും. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു integral a to 0 f of minus u minus du plus integral 0 to a f of x dx. f even ആയതുകൊണ്ട് f of minus x is always f of x. That is f of minus u is always f of u. So integral a to 0 minus ഇവിടുത്തെ മൈനസ് ആദ്യം എഴുതുന്നു f of u du plus integral 0 to a f of x dx. So this is minus integral a to 0 f of u du plus integral 0 to a f of x dx. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് മൈനസ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ഇവിടെ മൈനസ് ഇൻ്റഗ്രൽ എ ടു 0 എഫ് ഓഫ് യു ഡി യുവിനെ ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് യു ഡി യു നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ യൂസിങ് റൈറ്റിംഗ് ആസ് സച്ച് വി ഗെറ്റ് ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് യു ഡി യു പ്ലസ് ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രേഷൻ ഡസ് നോട്ട് അഫക്ട് ദ വേരിയബിൾ. വേരിയബിൾ ഏതായാലും കുഴപ്പമില്ല. സോ ദിസ് ഇൻ്റഗ്രൽ ആൻഡ് ദിസ് ഇൻ്റഗ്രൽ ആർ സെയിം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു എ f of x dx. So remember this. Okay, നമുക്ക് f എന്നുള്ളത്, so we can quote it as a result. If f is odd, then for any cosine constant a, integral minus a to a f of x dx is always 0. And if f is even, then integral minus a to a f of x dx is always 2 times integral 0 to a f of x dx. So keep these things in mind. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ജനറൽ റിസൾട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഫോറിയർ സീരീസിൻ്റെ ജനറൽ കേസ്
So we will discuss that later. Thank you.